ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതേ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ടുണ്ട് കേട്ടോ, ഭഗവാന് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാനെ നമ്മളെ അനുഗ്രഹിച്ചതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കാൻ തുടങ്ങി വിളക്ക് വയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വളരെ സന്തോഷമാണ് എനിക്ക്. 48 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുടക്കില്ലാതെ വിളക്ക് വയ്ക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ 10 ലൈനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത 10 ലൈനാണ് കേട്ടോ. ആ 10 ലൈൻ ഞാൻ വായിക്കാം കേട്ടോ. வாசவன் மருகா வருக வருக நேஷ குறைமகள் நினைவோன் வருக ஆறுமுகம் படைத்த ஐயா வருக நேரிடும் வேலவன் நித்தம் வருக சிரகிரி வேலவன் சீக்கிரம் வருக சரஹண பவனார் சடுதியில் வருக ரஹண பவசரரரரரர விஹண பவசரிரிரிரிரிரி வினபவ ശരഹണ വീരാ നമോ നിഭവ ശരഹണ നിര നിര നിരന വാസവൻ മറുക വരുക വരുക നേശ കുറമകൾ നിലവും വരുക. വാസവൻ മറുക വരുക വരുക പറയുമ്പോൾ വാസവൻ എന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവേന്ദ്രൻ്റെ മരുമകനായിട്ട് വരും നമ്മുടെ മുരുക ഭഗവാൻ കേട്ടോ. അപ്പോൾ വാസവൻ എന്ന് പറയുന്നത് ദേവേന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. മരുക പറയുമ്പോൾ മരുമകൻ എന്നുള്ളതിനെയാണ് മരുക എന്ന് പറയുന്നത് കേട്ടോ. വരുക വരുക, അപ്പോൾ ദേവേന്ദ്രൻ്റെ മരുമകനായ മുരുക നീ വരുക വരുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേവേന്ദ്രൻ്റെ മകളെയാണ് നമ്മുടെ ഭഗവാൻ മുരുകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വള്ളിദേവാന എന്ന് പറയില്ലേ, വള്ളിദേവാനയാണ് നമ്മുടെ ദേവേന്ദ്രൻ്റെ മകളാണ്. അതും വളർത്തു മകളാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഒരുപാട് പ്രണയകഥകളൊക്കെ ഉണ്ട് നമ്മുടെ മുരുക ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ വള്ളിദേവാനേനെ. അപ്പോൾ അവർ എങ്ങനെയാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ ഞാനൊരു സ്റ്റോറി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വള്ളിദേവാന എന്ന് പറയുമ്പോൾ വള്ളിദേവാന ഏത് സമയം മുരുകനെ വിചാരിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ മുരുക ഭഗവാനും വള്ളിദേവാനേനെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും അതേപോലെയാണ്. ഭാര്യ ഭർത്താവിനെ ആലോചിക്കുക, ഭർത്താവ് ഭാര്യനെ ആലോചിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ വരിക. അപ്പോൾ അയ്യോ ഏട്ടാ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക, അയ്യോ എനിക്ക് ഈ ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരത് വാങ്ങിയിട്ട് വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും, വെച്ചാൽ ഞാൻ ഇപ്പോൾ ആലോചിച്ചുള്ളൂ കേട്ടോ, അപ്പോഴേക്കും എനിക്കത് കിട്ടിയില്ല, ഏട്ടന് എങ്ങനെ അത് മനസ്സിലായി എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ പരസ്പരം ബോണ്ടിങ് ആണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവർക്കും മനസ്സിലത് ഫീൽ ചെയ്ത് നമുക്ക് ചോദിക്കുന്നതിന് മുമ്പേ വാങ്ങിത്തരുന്നതൊക്കെ പരസ്പരം സ്നേഹമുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നല്ല സ്നേഹം ഉണ്ടായാൽ മാത്രം അവിടെ വഴക്കോ വേറെ വല്ല പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ലൈനിനെ പറ്റിയിട്ട് നമ്മൾ പറയാം. ആറുമുഖം പടയ്ത്ത അയ്യാ വരുക നീരിടും വേലവൻ നിത്തം വരുക. നമ്മുടെ മുരുക ഭഗവാന് 6 മുഖമാണല്ലോ. അപ്പോൾ 6 മുഖമുള്ള അയ്യാ വരുക എന്ന് പറയുന്നത്. അയ്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ മര്യാദയിൽ ഭയങ്കര മര്യാദയിൽ വർത്തമാനം പറയുമ്പോൾ പ്രായമായവരിനെയൊക്കെ അയ്യ വാങ്ങൂ അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മര്യാദയുള്ളൊരു വാക്കാണ് അയ്യ എന്നുള്ളത്. അപ്പോൾ ഭഗവാനെയും 6 മുഖമുള്ള അയ്യ വരുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവരായ സ്വാമികൾ പറയുന്നത്. അപ്പോൾ ഈ 6 മുഖങ്ങൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സത്യാജതം, അങ്ങനെ 5 മുഖങ്ങളാണ് നമ്മുടെ മുരുക ഭഗവാനുള്ളത്. പിന്നെ 6ാമത് ഒരു മുഖം കൂടിയാണ് അധോമുഖം എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 6 മുഖം കൂടി പടയ്ത്തവനാണ് നമ്മുടെ മുരുക ഭഗവാൻ കേട്ടോ. അപ്പോൾ അധോമുഖം പറഞ്ഞാൽ നമ്മൾ ഏത് ദിശയിൽ നിന്നാണോ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്, ഏത് ദിശയിൽ നിന്നായാലും മുരുക ഭഗവാന് നമ്മുടെ വിളി കേട്ടിട്ട് എത്തുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കാക്കും കടവുളായിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ കാക്കും കടവുളിനെ നമ്മൾ എങ്ങനെ വിളിക്കണം, അയ്യാ വരുക വരുക പറഞ്ഞിട്ട് മര്യാദ രീതിയിൽ വിളിക്കുന്നതായിട്ടാണ് നമ്മുടെ ദേവരാസ്വാമികൾ പറയുന്നത്. അടുത്ത ലൈന് നീരിടും വേലവൻ നിത്തം വരുക, ഇതാണ് കേട്ടോ. നീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മം കേട്ടോ തമിഴിൽ. അപ്പോൾ അതിനെയാണ് നീർ എന്ന് ഷോർട്ടായി കൊടുത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശരീരം മൊത്തം നമ്മുടെ വേലവന് എന്താ പറയുക, വേൽവനം പറയുമ്പോൾ മുരുക ഭഗവാനെയാണ് പറയുന്നത്. അപ്പോൾ മുരുക ഭഗവാൻ ശരീരം മൊത്തം ഭസ്മത്തിൽ കുളിച്ച് നിത്തം വരുക, നിത്തം പറഞ്ഞാൽ ദിവസം. അപ്പോൾ ഭസ്മമുള്ള നമ്മുടെ ഭഗവാൻ വേലും പിടിച്ചിട്ട് നിത്തം വരണം, ദിവസം വരണം എന്നാണ് കേട്ടോ പറയുന്നത്. അതേപോലെ നമ്മുടെ മുരുക ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മാഭിഷേകമൊക്കെ
എല്ലാവരും കണ്ടിട്ടില്ലേ? നമ്മുടെ ശിവഭഗവാൻ, അതേപോലെ തന്നെ ശിവഭഗവാൻ ആരാ? നമ്മുടെ മുരുകൻ്റെ അച്ഛൻ. അപ്പോൾ ശിവഭഗവാന് ഇതേപോലെ ഭസ്മാണ് കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാവുക അല്ലേ. നമ്മൾ ഈ കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ളും അഘോരികളൊക്കെ ഫുള്ളും ഭസ്മം മുകളിൽ തേച്ചിട്ടുണ്ടാവില്ലേ. അതെന്തെന്ന് പറഞ്ഞാൽ ഭഗവാന് ഭസ്മം എപ്പോഴും മുകളിലുണ്ടാവും. അതേപോലെ അച്ഛൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ മകനായ മുരുക ഭഗവാനും ഭസ്മം ഫുള്ളായിട്ട് ശരീരത്തിൽ ഉണ്ടാവും കേട്ടോ. അതാണ് പറയുന്നത് നീരിടം വേലവൻ നിത്തം വരുക. അപ്പം മുരുക ഭഗവാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുരുക ഭഗവാൻ ഭസ്മം ഇതേപോലെ ചെയ്യുന്നത്. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും മുരുകൻ്റെ അമ്പലത്തിൽ പോയാൽ പട്ടിയിടില്ലേ, ഇങ്ങനെ ഭസ്മം കൊണ്ട് ഇങ്ങനെ പട്ടിയിടും. അതായത് മുരുക ഭഗവാനും ശിവഭഗവാനും ഭസ്മാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഭസ്മത്തിൽ നീരാടിയിട്ട് മേനിയിലൊക്കെ പുരട്ടിയിട്ട് അച്ഛനെ പോലെ ശിവഭഗവാൻ അച്ഛനെ പോലെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഭഗവാൻ അച്ഛനെ പൂജിക്കുന്നതും ഇതേപോലെയാണ് കേട്ടോ. ശിവഭഗവാനെ നമ്മുടെ മുരുക ഭഗവാൻ പൂജിക്കുന്നതും ശരീരം മൊത്തം അതേപോലെ ഭസ്മമൊക്കെ തടവിയതിന് ശേഷമാണ് അച്ഛനായ ശിവഭഗവാനെ പൂജിക്കുക കേട്ടോ. അപ്പോൾ ഭസ്മം പൂശി വേലയെടുത്ത് ദിവസം വരണം എന്നാണ് നമ്മുടെ ദേവരായ സ്വാമികൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അടുത്ത ലൈൻ എന്ന് പറയുമ്പോൾ ശിരഗിരി വേലവൻ ശീക്കിരം വരുക. ശിരഗിരി എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ മുരുക ഭഗവാൻ ഇരിക്കുന്നത് കൂടുതൽ അമ്പലങ്ങൾ എവിടെ ഉണ്ടാവുക? കുന്നിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ പാറയായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു കുന്നായിരിക്കും, കുന്നിൻ്റെ മുകളിലായിരിക്കും, മലയായിരിക്കും. മൊത്തത്തിൽ ഭഗവാൻ ഹൈറ്റിലായിരിക്കും കേട്ടോ ഇരിക്കുന്നുണ്ടാവുക മുരുക ഭഗവാൻ. ഏതൊരു ക്ഷേത്രം മുരുക ഭഗവാന്റെ 6 പടകളെല്ലാം ഇതുപോലെ കുറച്ചൊരു കുന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോൾ ഇത്ര ദൂരമൊന്നുമില്ലല്ലോ ഭഗവാനെ, നിനക്ക് കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നത്, അവിടുന്ന് വേഗം മയിലിൽ പറന്ന് വന്നാൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് ദേവരായ സ്വാമികൾ ഇതിൽ പറയണത്. ക്ഷീരഗിരി വേലവൻ ശീക്കിരം വരുക. ശീക്കിരം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം, സ്പീഡിൽ വരാൻ വേണ്ടിയിട്ട്, വേഗം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കഷ്ടപ്പാടുകൾ ഇത്രയും കഷ്ടപ്പാടുകളാണ് ഭഗവാനെ, അതുകൊണ്ട് നീ ശീക്കിരം വായു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അടുത്ത ലൈനാണ് വളരെ ഒരു മന്ത്രമാണിത്. ശരഹണ ഭവനാർ ഷഡിതിയിൽ വരുക രഹണ ഭവശ രിഹണ ഭവശ രിരി വിണഭവ ശരഹണ വീരാനമോ നമ നിഭവ ശരഹണ നിറന. ഈ ലൈൻസിൽ എന്ന് പറയുമ്പോൾ ശരഹണ ഭവന എന്നുള്ള വാക്കിലെ ആ വാക്കിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടാണ് താഴെയുള്ള 4 ലൈൻസ് ഉള്ളത് കേട്ടോ. രഹണ ഭവശ, രിഹണ ഭവശ, വിണഭവ ശരഹണ, നിഭവ ശരഹണ. ഈ വാക്കുകൾ മൊത്തം നമുക്ക് കിട്ടുന്നത് ഈ ശരഹണ ഭവന എന്നുള്ള വാക്കിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ സ്കന്ദഷഷ്ടി വായിക്കുമ്പോൾ ഈ ഭാഗം എത്തുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക കേട്ടോ. ഈ ശരഹണ ഭവന എന്നുള്ള വാക്കിൽ നിന്നാണ് ഇത്രയും വാക്കുകൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം മന്ത്രങ്ങളാണ് കേട്ടോ. ഭഗവാന് മന്ത്രങ്ങളാണിതും, ഭഗവാന്റെ മെയിനായിട്ടുള്ള മന്ത്രങ്ങളാണിത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി വായിക്കണം കേട്ടോ. അപ്പോൾ ഈ ശരഹണ ഭവ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ത് ഒരു കാര്യമാണെങ്കിലും നമുക്ക് വേഗം വശീകരമാവുന്നതാണ് പറയുന്നത്. നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുന്നതാണ് പറയുന്നത് കേട്ടോ. രഹണ ഭവശ പറഞ്ഞാൽ സെൽവവും സെൽവാക്കും നമുക്ക് കൈകൂടും. ഹണഭ വശര എന്ന് പറയുമ്പോൾ നമ്മുടെ നോയ് നൊടിയൊക്കെ ഇല്ലാതെ ആവും കേട്ടോ. നിഭവ ശരഹ എന്ന് പറയുമ്പോൾ എതിർക്കുന്നവനും എതിരാളിയും നമുക്ക് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മൾ വിട്ടു പോകുന്നതാണ് പറയണത്. അടുത്തത് ഭവശ രഹണ എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ള എല്ലാ ജന്തുക്കളായാലും മനുഷ്യരായാലും അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടവനായി മാറുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ.